ഇന്ന് നമുക്ക് വാളയാണ്. നമുക്ക് കുറച്ച് പൊരിച്ച് കുറച്ചൊരു പുളിമോളം വെച്ചാലാ. എൻ്റെ പുളിമോളം വാളപ്പുളിമോളം കാണിച്ചുതരാം. വെയിറ്റ് ചെയ്യട്ട. നമുക്ക് വാള പൊരിക്കാം. കുറച്ച് തോനി വാളയുണ്ട്. ഇത് നമുക്ക് കുറച്ച് പുളിമോളവും വെച്ച് കുറച്ച് നമുക്ക് തേങ്ങ അരച്ചും വെക്കാം. പെട്ടെന്ന് വാ. പുളിമോളം വെക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു. കളിയും കൂടി ഇട്ടതിന് ശേഷം നല്ലോണം കൂടി തട്ടിക്കൊടുക്കുക കേട്ടോ. ശേഷം നമുക്ക് 1/4 സ്പൂണ് ഉലുവാപ്പൊടിയാണ് അതിടാം. അതിനുശേഷം നമുക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ഒരു 1/4 മതി ഇടാം കേട്ടോ. 1 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/4 സ്പൂൺ മല്ലിപ്പൊടി. നമുക്ക് മുളക് പൊടി ഇടാം. 1 സ്പൂൺ മുളക് പൊടി, പിന്നെ 1 സ്പൂൺ മുളക് പൊടിയും കൂടി ഇടാം. ഇതാദ്യം നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് പൊടിക്കാം. അതിനുശേഷം വെള്ളം ഒഴിച്ച് വെണ്ണയായിട്ട് അരച്ചെടുക്കാം. നല്ലോണം അരച്ചെടുക്കാം. ഭയങ്കര വെണ്ണയല്ല. നമ്മൾ ആ തക്കാളി ഉള്ളിയും എല്ലാം കൂടി ഒന്ന് അരയണം. അരഞ്ഞാലേ പുളിമോളം നമുക്ക് അടുപ്പിൽ വെച്ച് കറി തിളച്ച് വരുമ്പോൾ ഒന്ന് കുറുവി വരുള്ളൂ. അല്ലെങ്കിൽ വെള്ളം പോലെ ഇരിക്കും. ആ കറി എനിക്കിഷ്ടമല്ല. ഇതാണ് കുറച്ചുകൂടി ടേസ്റ്റ്. ഇതേപോലെ വടി അരച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അരപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് നമ്മളിങ്ങനെ അരയ്ക്കുന്നതെന്ന് വെച്ചാൽ പുളി വേണമെങ്കിൽ നിങ്ങൾക്ക് അരയ്ക്കാം കേട്ടോ. എനിക്ക് പുളി വേണ്ട. ഞാൻ പിണംപുളി ഇട്ട് വയ്ക്കുകയാണ്. സാധാ പുളി വേണ്ട, പിണംപുളി 2 കഷ്ണം ഇട്ടാൽ നമ്മുടെ നാടൻ പുളിയാണ്, പുളിപ്പ് കൂടുതല. അപ്പം ഇത് നമുക്ക് കലക്കി അടുപ്പിൽ വയ്ക്കാം. തക്കാളിയും ഉപ്പും ഇടണം കേട്ടോ. നമുക്ക് അടുപ്പിൽ കണ്ണലുണ്ടോണ്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് വലിയ തക്കാളി വേണ്ട, അരമുറി എടുത്തേ ഉള്ളൂ. ചെറിയ തക്കാളി വേണ്ടത് നിങ്ങൾ ഒരെണ്ണം എടുക്കണം കേട്ടോ. എന്നിട്ട് ഉപ്പിട്ടിട്ടുണ്ട്. ഇത് കിടന്ന് വെട്ടി തിളച്ചിട്ട് മീനിട്ട്, പിന്നെ പിണംപുളി, അതായത് നാടൻ പുളിയാണ് കേട്ടോ. അതുകൊണ്ട് ഇത് മതി. നല്ല പുളിപ്പാണ്. കറി ഇരിക്കെ ഈ പുളിക്ക് പുളിപ്പിറങ്ങും. അതുകൊണ്ടാണ് അത്ര ഇടുന്നത്. നിങ്ങളെ വീട്ടിൽ ഉണ്ടെങ്കിൽ പുളിപ്പ് കുറഞ്ഞ പുളിയാണെങ്കിൽ ഇടണം കേട്ടോ. ഒരു 3 എണ്ണം ഇട്ടോ, വലിയ 3 എണ്ണം. നമുക്ക് മീൻ പറക്കി ഇട്ട് കൊടുത്താൽ പുളിമുളക് നല്ലോണം വെട്ടി തിളയ്ക്കുന്നുണ്ട്. നമുക്ക് മീൻ പറക്കി ഇട്ട് കൊടുക്കുക. എന്നിട്ട് കരണ്ടി ഒന്ന് ഇളക്കിയിട്ട് അടച്ചങ്ങ് വെക്കാം. അപ്പോൾ അതവിടെ കിടന്ന് പറ്റിക്കൊള്ളി. മീനകത്ത് എരിയും പുളിയും നല്ലോളവിൻ്റെ കഷ്ണങ്ങളെടുത്ത് കഴിക്കുന്നത് നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. അപ്പം ഒരു കരണ്ടിയും കൂടി എടുത്ത് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. അവിടെ കിടന്ന് പറ്റട്ടെ. പുളിമോൾ എന്തരായെന്ന് നോക്കാം നമുക്ക് കേട്ടോ. അപ്പോൾ തിളച്ച് വറ്റിക്കൊണ്ടിരിക്കുന്നു. ചൂട് പറ്റട്ടെ. ഉപ്പൊക്കെ ഉണ്ടാകും നോക്കാം കേട്ടോ. നോക്കാം. എന്നിട്ട് ഉപ്പില്ലെങ്കിൽ ഉപ്പിട്ട് കൊടുക്കും. കറി പറ്റി ഇട്ട വാളക്കറി. കടുക് വറുക്കാം. നമുക്ക് വാളക്കറിക്ക് കടുക് വറുക്കാം. ഇന്ന് വെച്ച നമ്മുടെ വാളക്കറിയാണ് കേട്ടോ. പുളിമുളം വെച്ചതാണ് ഇന്ന് വെച്ച കറി. ഇന്ന് വെച്ച വാള തേങ്ങ അരച്ച് വെച്ചത്, പൊരിച്ച മീൻ, കിഴങ്ങ് കൂട്ടാൻ വെച്ചത്. അങ്ങനെ ഇന്ന് നമുക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവരും കഴിക്കാൻ പെട്ടെന്ന് കേട്ടോ. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ.